ഹലോ ഒരു സെക്കൻഡ്. ടീച്ചർ ശ്രീദേവി ടീച്ചറാണോ? ശ്രീദേവി എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ഞങ്ങൾക്ക് ഇല്ല. കൊണ്ടോട്ട് പേര് മാറ്റിയതാ. ഉണ്ട്. ആ ഇവിടെ ഉണ്ട്. ഭയങ്കര ബഹളമാണ് ടീച്ചറെ, ഒരു നിവർത്തിയില്ല. ശ്രീദേവി ടീച്ചർ എന്നല്ലേ വരും? അതാ ഓക്കെ. ഭയങ്കര ബഹളം എന്ന് വെച്ചാൽ ഭയങ്കര, ഇവിടെ എല്ലാരെയും വഴക്ക് പറയുക. ടീച്ചർ ഒരു കാര്യം ചെയ്താൽ മതി, വരുമ്പോ നല്ല ചൂരവടി കൊണ്ട് 2 അടി എന്ന് കൊടുത്തേക്കും. ഞാനൊരു കാര്യം ഓക്കെ. പറയട്ടെ, ഞാൻ ഭയങ്കര അലമ്പാണെങ്കിൽ പിന്നെ എന്റെ ക്ലാസ്സിലെ ക്ലാസ് ലീഡർ ഞാനാവും. പിന്നെ വേറൊരു കാര്യം, വിനി ടീച്ചറിന്റെ പിന്നെ വേറൊരു കാര്യം, വിനി ടീച്ചറിന്റെ കൂടെ ഒന്ന് പറയണേ. വിനി അതെ കറക്റ്റ് ആയിരുന്നു. ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ. ആ വിനി ടീച്ചറിന്റെ അടുത്ത് പറയണ ഒരു ഒലക്ക കൊണ്ട് ഒരു ഇടിയും കൂടെ കൊടുക്കാൻ പറയണേ. ഓക്കെ നെക്സ്റ്റ്. ഓക്കെ വിനി ടീച്ചറെ, ഓക്കെ ശരി. നെക്സ്റ്റ് താങ്ക് യു. ചിലപ്പോ മൈക്കിന് എറിയൂട്ടോ. നെക്സ്റ്റ് പറ. ഇത് ഇത്രയും മതി. ആഹാ എങ്ങടത്താണ് കളിക്കുന്നത്? ഇനിയിപ്പോ പോയിട്ട് എന്ത് ചെയ്യും? ഇനിയിപ്പോ അടിയും ജോലിയായിട്ട് വെച്ചോണ്ടിരിക്കുവരെ. എങ്കിൽ പറ എന്റെ PT സാറിന്റെ പേരൊന്നും. അതൊന്നും പിന്നെ മക്കളുടെ സ്കൂളിലുള്ള ടീച്ചർമാരുടെ പേരും പഠിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഞങ്ങൾ. അതൊന്നും വയ്യ. ചില ടീച്ചർമാർ ഞങ്ങളെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു. ടീച്ചറിന്റെ പേരൊക്കെ അറിയാലോ, അപ്പൊ PT സാറിന്റെ പേരൊന്ന് പറ. ഞാൻ ഇഷ്ടമല്ല. ഇത് എവിടുന്ന് വന്നു? മക്കളെ എന്തൊക്കെയാലും അടി കൊള്ളാൻ റെഡി ആയിക്കോ, അത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് അടി ഞാൻ ഇഷ്ടം പോലെ അടി കൊണ്ടിട്ടുള്ളത്. അതൊരു പുത്തരിയല്ല. സംഗീതത്തിന്റെ ടീച്ചർ ജിലീത. അതെ എന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് ചുരണ്ടി എടുത്ത് വരും. എങ്കിൽ പേരെല്ലാം കൂടി തള്ളി വീട്. തള്ളിയൊന്നും വിടുന്നില്ല. അവിടെ ചെന്നിട്ട് ഇങ്ങനെ പിടിച്ചങ്ങോട്ട് വെക്കും. മാത്സ് ടീച്ചറിന്റെ പേര് പറ. അതെ ഒന്നാം ക്ലാസ്സിലെ പറ. അതെ ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഒരുവിധം അറിയാമെന്ന് മനസ്സിലായല്ലോ. ഇനി ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ഇതും കൂടെ പറഞ്ഞു നിർത്തുന്നു. ശ്രീലക്ഷ്മി ടീച്ചറുടെ കാര്യമൊന്നും ഇനി ഞാൻ പറയുന്നില്ല. ഇനി ഒരൊറ്റ കാര്യം കൂടെ പറയാം. ഇനി അങ്ങോട്ട് സ്കൂളിലോട്ട് ചെല്ലുമ്പം എന്നെ കാര്യമായിട്ട് വന്ന് എന്തെങ്കിലും കണ്ടാല് ഞാൻ അവരുടെ അടുത്ത് വിളിച്ചു പറയാൻ വിട്ടേക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ അടിച്ച് പശ്കീന്ന് കിട്ടും. ഒന്നും വേണ്ട. ടീച്ചറിന്റെ പേര് പറ. അതൊന്നും ഇല്ല. ഞാൻ വേറൊരു കാര്യം പറയാം. ഇല്ല അതൊന്നും വേണ്ട കൊച്ച. ഇവിടെ നിർത്തുക. നമ്മളിവിടെ ഞാന് ഉറപ്പായിട്ട് 2 അടി വാങ്ങിച്ചു തരും. സന്ധ്യ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും റെഡി ആക്കി തരാം. ക്ലാസ് ടീച്ചർ പറ. എന്താ പറയാനാ, ഇത്രേ ഉള്ളൂ. ആ ടീച്ചറെ ഞാൻ പാവം അല്ലാതാക്കി. ഇത്രയും ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരു കുട്ടിയെ ഞാൻ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു ഉറപ്പായിട്ട്, അതായത് ഈ ചൂരലിന്റെ അറ്റത്ത് മുള്ളുണ്ടല്ലോ, മുള്ളിങ്ങനെ വെച്ചേക്കും. അപ്പൊ അടിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് അടിച്ചിട്ട് ഒരു വലിയ മുള്ളുള്ള വടി എന്തോ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ മുള്ളുണ്ട്, അതെടുത്തിട്ട് ഒന്നുമില്ല. അങ്ങനൊന്നും പറഞ്ഞങ്ങ് ആശ്വസിക്കാൻ നോക്കണ്ട. അടി കിട്ടിയിരിക്കും തവണ. ടീച്ചർ എന്റെ കൂടെ പഠിച്ച പിന്നില്ലേ? പിന്നെ ഈ മര്യാദയ്ക്ക് ഒന്ന് പാടാൻ പറ്റുമെങ്കിൽ പാടിക്കും, ഒരു അക്ഷരം മിണ്ടരുത്. ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിലില്ല. മാരീഷ് ടീച്ചർ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നില്ല. അതൊന്നും പറയണ്ട. വന്നോളൂ.